ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മീൻ അടിക്കുന്നത്. ഇന്ന് എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. വളരെ സാവധാനം വലിക്കുകയാണ്. മീനും നല്ല ആക്ടിവിറ്റി അങ്ങോട്ടും ഉണ്ട്. അങ്ങോട്ടും വലിക്കുന്നു, ഇങ്ങോട്ടും വലിക്കുന്നു. വലിയടാ അങ്ങോട്ട് പോടാ. എടാ വലിയടാ അങ്ങോട്ട്. ഗൈസ് ഞാൻ നിൽക്കുന്നതും ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ മീനടിച്ചു. ലൈവ് മതിയാക്കിയതേ ഉള്ളൂ. ലൈവ് മതിയാക്കിയത് മീനടിച്ചു. അപ്പോൾ ലൈവ് മീൻ അങ്ങോടുന്നു ഇങ്ങോടുന്നത് ഇഞ്ഞ് വന്നു, കരയിൽ വന്നു. അത്ര വലിയ സൈസൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം സൈസുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസുണ്ട്. കണ്ട മീനിനെ കണ്ട. മീനിനെ നിങ്ങൾ കണ്ടല്ല? ഓ അത് കല്ലിട്ടടയിൽ പോട്. അത് അടിയിലോട്ട് തന്നെ പോണേ കേട്ടാ. അടിയിലോട്ട് കണ്ട മീനിനെ കണ്ടോ ഗൈസ്. ബ്ലൂ ഫിന്നാണ്. ബ്ലൂ ഫിന്നാണല്ലേ? ഒരുവിധം സൈസുള്ള ഒരു ബ്ലൂ ഫിൻ കാരടിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന അത് കണ്ടല്ലോ. അൾട്രാലൈറ്റ് അടിച്ചു. ഇതല്ലേ കുറേ നേരം കൊണ്ട് പറയാൻ തൊട്ടിരുന്നത്. ഗൈസ് കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ചൂണ്ടയേറി ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഒരു പച്ച കോപ്പറാണ് ഉപയോഗിക്കുന്നത്. മീനെന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കണ്ടല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ ചൂണ്ടയിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരം ഭീകരനുമായ ഒരു ബോട്ട് നമ്മൾ ഈ പോപ്പറിലാണ് അടിച്ചത് മീൻ. അല്ലല്ലോ, ഈ പോപ്പറിലാണ് നമ്മൾ മീൻ അടിച്ചത്. അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ്. അപ്പോൾ ഗൈസ് ചൂണ്ട ഇറങ്ങിക്കൊണ്ടിരുന്നപ്പം കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. താമരഫർണി ആറിൽ നിന്നും കടലിലേക്ക് ഇറങ്ങുന്ന ഫിഷിംഗ് ബോട്ടിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ കുഞ്ഞൻ ബോട്ട് അതാ പുറകിൽ നിന്ന് ചേസ് ചെയ്ത് പോവുകയാണ്. വളരെ വേദന. അവിടെ നിന്ന് പിടിക്കായിരുന്നു. വേറൊരു മീനുണ്ടല്ലോ മറ്റേ ഉരുണ്ടിരിക്കണ വേസ്റ്റ് മീൻ. അതിനെ കണ്ടിട്ട് അതിനെ പിടി എന്ന് പറഞ്ഞിരിക്കുന്നു. വേസ്റ്റ് അത് തിന്നൂല എല്ലാവരും. ഉണ്ടോ ഫോട്ടോ എടുത്തിട്ടിരിക്കാം. വെള്ളത്തിൽ വിട്ടോ. ഗൈസ് മീനുണ്ട് ഗൈസ്. പൊളിച്ചു. ഒരു രക്ഷയില്ലാത്ത മീനാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചാകര കയറിയിട്ടുണ്ട്. അപ്പോൾ പൊളിച്ചു. ഏഞ്ചലാണോ? അല്ല, മൊത്തം കാരയാണ്. പനഞ്ചാള കാര ഏഞ്ചൽ. ഒരെണ്ണം കുപ്പിയാണല്ലേ? ഓക്കെ. ഗൈസ് മീനുണ്ടോയെന്ന് അറിയില്ല. അങ്ങോട്ട് പോയാലേ അറിയാൻ പറ്റൂ. ഒന്നോ രണ്ടോ ചെറിയ മീൻ കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മീനുണ്ട് എന്തായാലും. ചൂക്കക്കാര.
ചെറിയ കാര, ചുക്കക്കാരല്ല, ചെറിയ കാര. അവിടെ എന്താ ഇതോ എന്തിനാ തൂങ്ങിക്കിടക്കണ്? ആ തൂങ്ങിക്കിടക്കണ മീൻ താഴെ വീഴുമെന്ന് തോന്നണം ഇപ്പം. അത് മീനല്ല. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഒരു കൂട്ടം മീൻ തന്നെയല്ലേ? മീൻ കുറച്ചുകൂടെ വിരിഞ്ഞില്ല ഏട്ടാ. ഇപ്പുറത്തെ സൈഡാണ് മീൻ തന്നെ, അവിടെ അത്രയും കൃത്യമായിട്ട് വല വിരിഞ്ഞില്ല. അപ്പോൾ നോക്കാം, ഒരു കൂട്ടം മീൻ തന്നെയാണ്. എത്ര മീൻ കിട്ടുമെന്ന് നോക്കാം. ഗായ്സ് മാലാവാ ഇയ്യേ, വേറെ ഒന്നുമില്ലേ ഗൈസ്? നല്ല സൈസുള്ള മാല കിട്ടിയിട്ടുണ്ട്. മാലാവ് സുഹൃത്തുക്കളെ, കപ്പൽ നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടത്. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു കാഴ്ച. ഇതാണ് ഈ ലോഹം. അല്ല, അത് ഓൾറെഡി വെള്ളത്തിലുള്ളതല്ല. നല്ല വൃത്തിയാ കളിയങ്ങോട്ട്. നീന്ത് കളിയങ്ങോട്ട്. ഓക്കെ, നോക്ക് ഇവിടെ നോക്ക്. ഇടിമിന്നൽ, അയ്യോ ഇടിമിന്നൽ. രണ്ടുപേരും ചിരിച്ചാ? അവിടെ ഇരുന്ന കടന്തൽ കൂടിനെ അതിൻ്റെ കുഞ്ഞിനെ എടുത്ത് കടന്തലിൻ്റെ കുഞ്ഞിനെ എടുത്ത് കഴിക്കണം. ഉണ്ടോ? നല്ല രസമുണ്ടോ വീട്ടിനാണ്? വലുതുണ്ടോ? വേറെ കടന്ത ഉണ്ട്, അത് കൊട്ടും നമ്മളെ. കൊണ്ട സ്പീഡിൽ തന്നെ വേണ്ട എൻ്റെ കുഞ്ഞിനെ. മതിയായെന്നോ? അത് മതിയാക്കണില്ലല്ലോ അത് നിന്നിട്ട്. നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ തിന്നുകൊണ്ടിരിക്കണം. നമ്മൾ പിടിച്ചു വാങ്ങണ്ടല്ല, അതിൻ്റെ കുഞ്ഞിനെ അടിച്ചു മാറ്റി തന്നെയാണ് അത്. ഭീകരം തന്നെ ഇല്ലേ വേ? ഇതുകൊണ്ടോ അത് കുറേ കഴിച്ചതിന്, ഇനി കുറച്ചേ ഉള്ളൂ. ദുഷ്ടത്തനാണ് കാണിക്കണേ അല്ലേ? ഒരു കൂടെ ഉണ്ട് കേട്ടോ.
മറ്റവന്മാർ വന്ന് മിണ്ടാതിരിക്കുന്നുണ്ടാ ഇവൻ തിന്നതേക്കണവരെ. ഏത് അത് വേറെന്താ ചെയ്യാൻ? ഏത് അതതിൻ്റെ കുഞ്ഞിന് അതിൻ്റെ അകത്തുനിന്നേ ആ മെഴുകിൻ്റെ അകത്ത് ഇരിക്കണ കുഞ്ഞുണ്ടല്ലോ. അതുകൊണ്ട് വേറെ ആള് എത്തിയല്ലോ. അല്ല അവരവിടെ ഇരിക്കണം. അതിനും ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ദേവി അത് ഉപദ്രവിക്കരുതെന്ന് പറയണം. എന്നിട്ട് അടിച്ചു നോക്കിയാ, അറ്റാക്ക് ചെയ്ത് നോക്കിയാ, അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. കടിയനായണ്ടല്ലോ. അതുകൊണ്ട് അത് ഏകദേശം എല്ലാം തിന്നത് ഇത്ത്. അങ്ങനെ തീക്കട്ടെ ശല്യം. എന്നാലും ഇത്രയും ഉള്ള സാധനം തലയിടാതെ. ഓ അത് കഴിച്ച് തീന്നു. നമ്മളെ പപ്പ വീട്ടില് ഇഷ്ടം പോലെ ഉണ്ട്, വീടുണ്ട്. ലോട്ടക്കടയിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടുണ്ട്. നമ്മളെ വീട്ടില് വണ്ടിരിക്കണേ, വീട്ടില് തുങ്ങിനെ തടിച്ച് ഞാനാണ് വന്നത്. എൻ്റെ കുഞ്ഞിനെ കടിച്ച് തിന്നണ് കണ്ട. ചെറുതുണ്ട്. നിന്റെ തല മാറ്റം ഒന്നും കണ്ടുകൂടാ. മറ്റതും കൂടെ പറഞ്ഞു. മറ്റവര് കൊമ്പിന് ഒത്തു കൊടുക്കുന്നത്. ആ ശരി തന്നെ. ഇതാണ് കറക്റ്റ് ബോസ് കേട്ടന് ഇപ്പൊ കിട്ടിയ. കണ്ടാ കുഞ്ഞിനെ മൊത്തം അടിച്ച്. എന്ത് സ്പീഡായിട്ട് തിന്നണേ. ഇത്രയും വലിയ വായ. ഓ പാവല്ലേ. പെട്ടെന്ന് തിന്നത് ഈ കൂടിനെ പൊട്ടിച്ച് ദൂരെ അറിയിട്ട്. കണ്ട ദുഷ്ട ആരാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഗൈസ്. ഞാൻ തന്നെ എന്ത് മുകളിലൊരു ലോഡ് കൂട് വെച്ചിരിക്കുന്നു. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും. എത്ര സമയം വേണമെന്ന് നോക്കൂ.